നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പാലാ മുണ്ടാങ്കലിൽ 2 വീട്ടമ്മമാരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ പ്രതിയായ കാർ ഡ്രൈവർക്ക് ജാമ്യം നിഷേധിച്ച് പാലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കഴിഞ്ഞ 5-ാം തീയതി പാലാ മുണ്ടാങ്കൽ ഭാഗത്തുണ്ടായ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾ മരണപ്പെടുകയും പാലാ സെന്റ് മേരീസ് സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഗുരുതരാവസ്ഥയിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ റിമാൻഡിലായ അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്ന ഇടുക്കി ചെറുവിള വീട് ചന്തു സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷയിൽ വാദം കേട്ട പാലാ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. അമിത വേഗതയിൽ എത്തിയ കാർ ഓട്ടോയിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ഡ്രൈവർക്കും ബൈക്ക് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. തോട്ടുവ പമ്പിന് സമീപമായിരുന്നു അപകടം. കുറുപ്പന്തറ ഭാഗത്ത് നിന്ന് കുറവിലങ്ങാട് ഭാഗത്തേക്ക് അമിത വേഗതയിൽ എത്തിയ കാർ എതിർദിശയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. ഓട്ടോ ഡ്രൈവർ കൂത്താട്ടുകുളം സ്വദേശി ബീനയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഇടിച്ച് മറയുന്നത് കണ്ട് അതുവഴി വന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലിടിച്ച് മറഞ്ഞു. നസ്യർത്തക്കിൽ സ്വദേശികളായ ബെന്നി, ജോളി എന്നിവർക്ക് പരിക്കേറ്റു. ഇടിച്ച കാർ നിർത്താതെ പോയി. ഓടിയെത്തിയ സമീപത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ അതുവഴി വന്ന മറ്റൊരു വാഹനത്തിൽ 3 കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം 3 കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ കണ്ടെത്തുന്നതിനായി കുറവിലങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പാലാ മീനച്ചിൽ മറ്റക്കാട് സോജൻ MS പിടിയിലായി. പാലാ പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഹാജരാക്കും. ഈ കേസിലെ മറ്റ് പ്രതികളായ പാലാ മുരിക്കുമ്പുഴ സ്വദേശികളായ ദമ്പതികൾ ജോജോയും ഭാര്യ സിനുവും ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത 3 പേരിൽ നിന്നായി 15 ലക്ഷം രൂപ തട്ടിയെടുത്തതാണ് പരാതി. പിടിയിലായ സോജൻ മുൻപ് മറ്റൊരു കേസിലും പിടിയിലായിരുന്നുവെന്ന് പാലാ SI കെ ദിലീപ് കുമാർ പറഞ്ഞു. ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾ കരാറെടുത്ത് നടത്തിവരികയായിരുന്നു ഇയാൾ. ഇതിനിടെയാണ് ജോലി തട്ടിപ്പിന് ശ്രമിച്ച് പിടിയിലായത്. വിളക്കുംമരുത്, പാലാക്കാട്, മീനച്ചിൽ, കുറ്റില്ലം എന്നിവിടങ്ങളിലായി ഇയാൾ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. കോട്ടയം നഗരസഭാ പരിധിയിൽ പല റോഡുകളിലൂടെയുമുള്ള യാത്ര ദുഷ്കരമായിട്ടും പരാതി പറഞ്ഞിട്ടും അധികൃതർക്ക് അനക്കമില്ല. അറ്റകുറ്റപ്പണികൾ വൈകുന്നതാണ് റോഡുകളുടെ ദുരവസ്ഥയ്ക്ക് കാരണം. അതിർത്തി തർക്കം, കരാറുകാരുടെ അഭാവം, ഫണ്ടിന്റെ ലഭ്യതക്കുറവ് എന്നിവയാണ് പ്രശ്നങ്ങൾ. തദ്ദേശ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ശീതസമരവും മറ്റൊരു കാരണമാണ്. ജീവനക്കാരുടെ സ്ഥലം മാറ്റവും പകരം വരുന്നവരുടെ പരിചയക്കുറവും പ്രശ്നമാണ്. റോഡുകൾ നന്നാക്കിയാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. കോഴിച്ചന്ത ലിങ്ക് റോഡ് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുണ്ടായിരുന്ന തർക്കം മാർക്കറ്റിലെ കോഴിച്ചന്ത ലിങ്ക് റോഡിനെ ദുരിതത്തിലാക്കി. 15 വർഷമായി റോഡ് തകർന്നു കിടക്കുകയാണ്. തകർന്ന റോഡും അനധികൃതമായ പാർക്കിംഗ് ഇവയെല്ലാം ഈ വഴിയിലുള്ള യാത്ര ഏറെ ദുഷ്കരമാക്കുകയാണ്. ML റോഡിനെയും TB റോഡിനെയും ബന്ധിപ്പിക്കുന്ന കോഴിച്ചന്ത റോഡിന്റെ ഉടമസ്ഥാവകാശം ഇപ്പോഴും തർക്കത്തിലാണ്. ലിങ്ക് റോഡ് നവീകരണം നഗരസഭ ചെയ്യണമെന്ന് പൊതുമരാമത്ത് വകുപ്പും, എന്നാൽ 8 മീറ്ററിൽ കൂടുതൽ വീതിയുള്ളതിനാൽ പൊതുമരാമത്ത് ചെയ്യട്ടെയെന്ന് നഗരസഭയുടെയും വാദം. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വാർഡ് കൗൺസിലർ ശ്രമം തുടരുകയാണ്. വെള്ളൂർ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷന്റെ സംരക്ഷണ ഭിത്തി ഇന്നലെ 150 മീറ്ററോളം ഇടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ആളപായമൊന്നും ഉണ്ടായില്ല. സ്ഥിരം ട്രെയിൻ യാത്രക്കാരായ ചിലർ റോഡിന് എതിർവശത്ത് വാഹനങ്ങൾ വച്ചതിനു ശേഷം ഈ മതിൽ ചാടി കടന്നാണ് പലപ്പോഴും ട്രെയിനിൽ ഓടിക്കയറി പോകുന്നത്. എരുമേലി KSRTC സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചർച്ച ചെയ്യുന്നതിനും ബസ് സർവീസുകൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA യോഗം വിളിച്ചു. പഞ്ചായത്ത്, KSRTC, ദേവസ്വം ബോർഡ് തുടങ്ങി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. 11-ാം തീയതി എരുമേലി പഞ്ചായത്ത് ഹാളിലാണ് യോഗം.
പഞ്ചായത്ത്, KSRTC, ദേവസ്വം ബോർഡ് തുടങ്ങി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. പഴയ ഓഫീസ് കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം നിർമ്മിക്കുക, ശുചിമുറി കോംപ്ലക്സ് നിർമ്മിക്കുക, ശബരിമല സർവീസുകൾ കാര്യക്ഷമമാക്കുക, ലാഭകരമല്ലാത്തതിന്റെ പേരിൽ ഗ്രാമീണ മേഖല ആശ്രയിച്ചിരുന്ന ബസ് സർവീസുകൾ നിർത്തലാക്കിയതിനാൽ പകരം യാത്രാസൗകര്യം സജ്ജമാക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. 25 സർവീസുകളാണ് എരുമേലി ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 13 ഓർഡിനറി സർവീസുകളും 12 ഫാസ്റ്റ് സർവീസുകളുമാണ്. 130 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 25 വർഷം പഴക്കമുള്ള എരുമേലി ഡിപ്പോയിലെ ഓഫീസ് കെട്ടിടം ഏത് സമയവും നിലംപൊത്തുന്ന വിധം അപകടാവസ്ഥയിലാണ്. 2000-2021 പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത്. ഓഫീസ്, ടിക്കറ്റ്, ക്യാഷ് കൗണ്ടർ, യാത്രക്കാരുടെ വിശ്രമ കേന്ദ്രം, വനിതാ ജീവനക്കാരുടെ ശുചിമുറി, പൊതുജനങ്ങളുടെ കംഫർട്ട് സ്റ്റേഷൻ എന്നിവയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എരുമേലി വലിയ തോടിന് സമീപമാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം. 2019 പ്രളയത്തിൽ ഈ കെട്ടിടം പൂർണ്ണമായും മുങ്ങി. അതോടെയാണ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. വനിതാ ജീവനക്കാരുടെ ശുചിമുറിക്ക് പിന്നിലെ ഭിത്തിക്ക് വിള്ളൽ വീണ് കെട്ടിടം തകർന്ന നിലയിലാണ്. ഇതിന് സമീപത്തെ പൊതുജനങ്ങളുടെ ശുചിമുറി കെട്ടിടവും അപകടത്തിലാണ്. ഓഫീസ് മുറിയുടെ അടിത്തറ തകർന്ന നിലയിലാണ്. ടിക്കറ്റ് ആൻഡ് ക്യാഷ് വിഭാഗവും തകർച്ചയിലാണ്. ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ട നിലയിലാണ്. തീർത്ഥാടന കാലത്ത് കുഴിയടയ്ക്കൽ മാത്രമാണ് നടക്കുന്നത്. പഞ്ചായത്ത് ഇടപെട്ടാണ് ഇത് നടത്തുന്നത്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറിലായിട്ട് മാസങ്ങളായി. ഗാരേജിൽ ഒരു ബസ് മാത്രം പണിയാനുള്ള സംവിധാനം മാത്രമാണുള്ളത്. ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട വലിയ കുഴികളിൽ ചാടിയാണ് ബസ്സുകൾ ദിവസവും കടന്നുപോകുന്നത്. ഇതുമൂലം ബസ്സുകൾ തകരാറിലാകുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ, എരുമേലി. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ബാൻഡ് അരങ്ങേറ്റവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നേൽ കുട്ടികളുടെ ബാങ്ക് അരങ്ങേറ്റ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ജയൻ AJ അധ്യക്ഷത വഹിച്ചു. പഴയരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ജോസ് പ്ലാച്ചിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ വിവിധങ്ങളായ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി നിർവഹിച്ചു. അറിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഈ സ്കൂള് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ കുഞ്ഞനുജന്മാരെയും അനുജന്മാരെയും അണിനിരത്തിക്കൊണ്ട് നല്ല ഒരു ബാൻഡ് സെറ്റിന് ഇന്ന് ഈ സ്കൂള് രൂപകൽപ്പന നൽകിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് മറ്റ് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും അവരെ പ്രാവണ്യത്തിലേക്ക് നമുക്കറിയാം. നമ്മളൊരു കുട്ടിയെ ഒരു സ്കൂളിൽ വിട്ടുകൊണ്ട് വിട്ടു കഴിയുമ്പോൾ അവന് ഏത് രീതിയിൽ വളർന്നു കഴിയത്തില്ല. ഒന്നും അറിയാതെയാണ് നമ്മുടെ കൊച്ചിനെ 1ാം ക്ലാസ്സിലെയോ അതുപോലെ തന്നെ LKG കൊണ്ടുവരുന്നത്. അവനെ പഠിച്ച് പരുവപ്പെടുത്തി ഈ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുകൊണ്ട് അവരെ ഈ നാടിന്റെ വലിയ വ്യക്തിത്വങ്ങളായി മാറ്റുന്നവരാണ് ഇവിടുത്തെ അധ്യാപകർ. ജൈനമ്മ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് കത്തിയും ചുറ്റികയും ഡീസൽ കന്നാസും കണ്ടെത്തി. ഏറ്റുമാനൂർ വെട്ടിമുകളിലെ സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് കത്തിയും ചുറ്റികയും ഡീസൽ കന്നാസും കണ്ടെത്തിയത്. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ മൊഴി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഒരാഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ പലതവണ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല. ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ആൻജോയുടെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന പാലാ മൂന്നാനി 3 തൊട്ടിയിൽ ആൻജോ ജസ്റ്റിൻ മരിച്ചു. 17 വയസ്സായിരുന്നു. പാലാ മൂന്നാനി 3 തൊട്ടിയിൽ ജോയി രമ്യ ദമ്പതികളുടെ മൂത്ത മകളാണ്. കലശലായ വയറുവേദനയെ തുടർന്ന് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഉദരത്തിന് ക്യാൻസറാണെന്ന് കണ്ടെത്തിയത്. കാരിത്താസിലെ ചികിത്സയെ തുടർന്ന് തിരുവനന്തപുരത്ത് RCCയിലും ചികിത്സ നടത്തി. മകളുടെ ചികിത്സാർത്ഥം അച്ഛനും അമ്മയ്ക്കും തൊഴിൽ ചെയ്യാനും സാധിക്കാതിരുന്നത് ഈ നിർധന കുടുംബത്തെ വലച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സഹായത്തിനായി നാട്ടുകാരും കൈകോർത്തിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2-ന് മൂന്നാനി പള്ളിയിൽ നടക്കും. ഇടുക്കി കട്ടപ്പന നഗരസഭ വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചില്ല എന്ന പരാതിയുമായി വൃദ്ധ ദമ്പതികൾ. തൊടുപുഴ പോത്താനിക്കാട് സ്വദേശി K. ജോസഫ്, ഭാര്യ റോസക്കുട്ടി എന്നിവരാണ് പരാതിയുമായി രംഗത്ത് വന്നത്.
തൊടുപുഴ പോത്താനിക്കാട് സ്വദേശികളായ ജോസഫും ഭാര്യ റോസക്കുട്ടിയും കട്ടപ്പനയിൽ മകൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പന നഗരസഭ വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. 2022 25,000 രൂപയും 2023 30,000 രൂപയും നിക്ഷേപിച്ചു. ഇതിന് 8.75% പലിശ നൽകാമെന്നാണ് പറഞ്ഞത്. എന്നാൽ തുക നിക്ഷേപിച്ചതിന് ശേഷം ഇവർക്ക് പലിശ പോലും ലഭിച്ചിട്ടില്ല. 2022 കൊണ്ടുപോയി 25,000 രൂപയായിട്ടും 2023 30,000 രൂപയായിട്ടും ഒരു വർഷത്തേക്കായിട്ടാണ്. അതിൽ പിന്നെ 10 പൈസ മുതൽ പരിചയം തന്നിട്ടില്ല. ഞങ്ങളൊരു 15 പ്രാവശ്യമൊന്നും അല്ലെന്നാണ്, എത്ര പ്രാവശ്യം നടന്നു പോലും വരും. പറയുന്നത് ഇവിടെ പൈസ ഇല്ല, ഇവിടെ പൈസ ഇല്ല, ഒന്നും ഒരവധിയും പറയുന്നു. കൃഷിപ്പണിയടക്കം ചെയ്ത് സ്വരുക്കൂട്ടിയ തുകയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. വാർദ്ധക്യ ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഇവർ തങ്ങൾ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതായതോടെ വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ ആദ്യമൊക്കെ വന്നു, ഒന്നാലും ഒന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാം വട്ടം വന്നപ്പോൾ പിന്നെ ഞാൻ വന്നു, ഒരു 30 ദിവസം കഴിഞ്ഞ് കയറിയിട്ട് വന്നു. ഇങ്ങനെ ഒരു 6 പ്രാവശ്യം വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5,000 രൂപ എങ്കിലും തരാൻ ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ കിട്ടിയില്ല, അതിൻ്റെ പൈസ പോലും തന്നില്ല. പിന്നെ ഒരു 10,000 രൂപ ഒരു 5 മാസം മുന്നേ വരാമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്നും ചോദിച്ചിട്ട് തന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അന്ന് 5,000 രൂപ വിളിച്ചു ഉണ്ടായിരുന്നു. ഇവിടെ മുസ്ലിമിലായി എനിക്ക് ചികിത്സിക്കുന്നത്. ഇതിൻ്റെ പൈസ എത്ര വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മറ്റ് നിക്ഷേപകർക്കും പണം തിരികെ ലഭിക്കാനുണ്ടെന്നാണ് സൂചന. പുറത്ത് വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. നിക്ഷേപ തുക തിരികെ ലഭിക്കാതായതോടെ നിയമ നടപടികളിലേക്ക് നീങ്ങുവാനാണ് ഈ വൃദ്ധ ദമ്പതികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കിയുടെ നാടക പ്രതിഭയും സംസ്ഥാന അവാർഡ് ജേതാവുമായിരുന്ന KC ജോർജിന്റെ 1ാം ചരമവാർഷികാചരണം സെപ്റ്റംബർ 23 കട്ടപ്പനയിൽ നടക്കും. ഇതിനു മുന്നോടിയായി നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുത്തു. മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് 2 തവണ കരസ്ഥമാക്കിയ KC ജോർജ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20 അന്തരിച്ചത്. ഇടുക്കിയുടെ നാടക പ്രതിഭയായിരുന്ന KC വലിയ സൗഹൃദങ്ങളുടെ ഉടമ കൂടിയായിരുന്നു. KCയുടെ വേർപാടിൻ്റെ 1ാം വാർഷികം സമുചിതമായി ആചരിക്കാനാണ് KC സൗഹൃദ കൂട്ടായ്മയുടെ തീരുമാനം. സെപ്റ്റംബർ 23 കട്ടപ്പനയിൽ അനുസ്മരണ യോഗവും നാടക അവതരണവും നടക്കും. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ വ്യാപാര സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർപേഴ്സണായി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയെയും കൺവീനറായി MC ബോബനെയും തെരഞ്ഞെടുത്തു. ജോയി വെട്ടിക്കുഴി, സാജൻ ജോർജ്, EJ ജോസഫ്, സുഗതൻ കരുവാറ്റ എന്നിവരാണ് രക്ഷാധികാരികൾ. വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഇതിനകത്ത് കേസിലെ പരിപാടിക്ക് സാമ്പത്തിക ഒരു പ്രശ്നമാകും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് വിഷയമില്ല. അത് പക്ഷേ പരിപാടി എത്രത്തോളം ഗംഭീരമാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഔട്ട്ലൈനുള്ള ഇത്രയും പ്രോഗ്രാമാണ്. അതിനകത്ത് എത്ര പ്രോഗ്രാം കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞാലും നമ്മളെ കേസിലെ ഓർമ്മ നിലനിൽക്കാവുന്ന രീതിയിൽ എത്രത്തോളം ഗംഭീരമാക്കാൻ പറ്റിയാലും അത്രത്തോളം നന്നാക്കണം. അത് നമുക്ക് കൂട്ടായ ഒരു ചർച്ചയിലൂടെ കൂടുതൽ അതിനകത്ത് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതിനെ പറ്റി കൂട്ടായി ഒന്ന് ആലോചിച്ച് തീരുമാനിക്കും. അതിൽ പങ്കെടുപ്പിക്കുന്ന ഒരു VIP അത് കേരളത്തിലെ കലാരംഗത്ത് ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അതായിരിക്കും പ്രസക്തി. ഇപ്പോൾ നമ്മളൊക്കെ എത്ര പ്രസംഗിച്ചാലും ഞാനും KCയും 3ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒന്നിച്ച് പഠിച്ചേക്കാം. നമുക്ക് പറയുന്ന വാക്കുകൾക്ക് പരിമിതികളുണ്ട്. അറിവുകളെല്ലാം പറഞ്ഞാൽ എല്ലാവരുടെയും അറിവുകൾ ഒരുപോലെയാണ്. ദൃശ്യ ന്യൂസ്, ഇടുക്കി. തൊടുപുഴ നഗരത്തിലെ ട്രാഫിക് സംബന്ധിച്ച വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. മോർ ജംഗ്ഷൻ ഉൾപ്പെടെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതക്കുരുക്ക് യോഗത്തിൽ ചർച്ചയായി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ ത്വരിതഗതിയിലാക്കുവാൻ റവന്യൂ അധികൃതരോട് ആവശ്യപ്പെടാനും നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനമായി. തൊടുപുഴ നഗരത്തിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയും ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ച് ഒരു പരിഷ്കാരം വരുത്തുന്നതിനായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർക്കുകയുണ്ടായി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും RTO വിഭാഗവും അതുപോലെ PWDയും
ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗാണ് ഇന്ന് ചേർന്നത്. ടൗണിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ആളുകൾ പരാതി പറയുന്നത് നമ്മുടെ മോർ ജംഗ്ഷനിലെ ട്രാഫിക് സംബന്ധിച്ച കാര്യമാണ്. അവിടെ പലപ്പോഴും ട്രാഫിക് ജാം ഉണ്ടാവുകയും വാഹനങ്ങൾ വളരെ സമയമെടുത്ത് മാത്രമേ കടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയുള്ളൂ. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇന്ന് ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ പ്രധാനമായും ഉള്ള ഒരു കാര്യം, അവിടെ 2 ബസ് സ്റ്റോപ്പുകൾ ഉണ്ട്. ആ ബസ് സ്റ്റോപ്പുകൾ വരുന്ന ഭാഗത്ത് ബസ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ വന്ന് വണ്ടികൾ നിർത്തുകയും ആ ബസ് കടന്നു പോകുന്ന സമയം വരെ അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഗാന്ധി സ്ക്വയർ വരെ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.